എന്താണെന്ന് വെച്ചിട്ട് പൂരം വീഡിയോ ആണ്. തറയ്ക്കപ്പൂരാണ് കേട്ടോ. അന്ന് ഞങ്ങൾ തറയ്ക്കപ്പൂരത്തിന് പോയി ആന അടുത്തുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അതൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂരത്തിന് പോവാണ്. അപ്പം അച്ഛനോടെ വേണ്ട സാധനങ്ങളും അതൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് നേരെ പൂരത്തിന് പോവാം. അപ്പോൾ ഞങ്ങളോട് വണ്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏത് വണ്ടിയാണെന്ന് ചേച്ചിക്ക് കൊടുക്കാം. അപ്പോൾ ചേച്ചിയാണ് ഇനി പറയുക. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ പോവാണ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയുമേ. ഇത്തിരി ദൂരമുള്ള അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് 15 മിനിറ്റൊക്കെ. അപ്പോൾ ഋഷികോട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അവൾ എന്തിട്ടാന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഗൈസ് 9:20-25 ആയപ്പോഴേക്കും ഞങ്ങളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്തിയാൽ മതിയായിരുന്നു. കാര്യം കുറേ നേരം നിൽക്കണം കേട്ടോ. അപ്പോൾ 10:05 പൂരം കയറി. പിന്നെ 11 മണി വരെ ആനകളെ അമ്പലത്തിൽ കയറ്റും, കുറച്ച് ആനകളെ പറഞ്ഞയക്കലൊക്കെ ആയിരുന്നു. 3 ആനകൾ അമ്പലത്തിൽ കയറും കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വെടിക്കെട്ട്. അപ്പോൾ ഗൈസ് ഈ ആന പോയിട്ടോ. ഈ ആന അങ്ങനെ കുറച്ച് ആനകളെ പറഞ്ഞയക്കും. അങ്ങനെ 3 ആനകൾ മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ബാക്കിൽ ആ ആനയുടെ ബാക്കിലത്തെ ആന പോവാണ്. ഒരാന മാത്രമാണ് ഇപ്പോൾ അവിടെ ഉണ്ടാവുക. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരാന നിൽക്കുന്നുണ്ടായിരിക്കും. ഇത് പൂരം തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു ആന എന്തായാലും ഉണ്ടാവും കേട്ടോ. പിന്നെ ആ വഴിയൊക്കെ ആനേനെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നീങ്ങിയപ്പോൾ മതിലുമ്മ കയറിയിരുന്നു കേട്ടോ. ഞാനും ഉണ്ണിയും മതിലുമ്മയല്ല, ശരിക്ക് മതിലിൻ്റെ ഒരു വലിയൊരു സാധനം പോലെ ഉണ്ട്, അതുമ്മ കയറിയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കാണുന്നൊക്കെയാണ് വിചാരിച്ചത്, പക്ഷെ കണ്ടില്ല. ഈ വഴി ഒരാനയും പോയി. അങ്ങനെ കുറേ ആനകൾ 3-4 ആന പോയി. എന്നിട്ട് എത്ര ആന ടോട്ടലുണ്ട്? 9-10 ആന ഉണ്ടായിരുന്നു. അതിൽ 7 ആനകളെ പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. ഇനി വെടിക്കെട്ടിൻ്റെ ടൈമാണ്. വെടിക്കെട്ട് പൊട്ടാൻ നന്നായിട്ട് വൈകി. കാര്യം ആനകളെ പറഞ്ഞയച്ചപ്പോൾ തന്നെ നല്ലോണം വൈകിണ്ടായിരുന്നു. ഇപ്പം വെടിക്കെട്ട് പൊട്ടാൻ പോവാണ്. അപ്പം ഇപ്പം ഒരു 11:30 ആയി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെടിക്കെട്ട് പൊട്ടുന്നത് കാണുക.
ഗായ്സ് വെടിക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ നോടും. കാര്യം വെടിക്കെട്ട് പൊട്ടി കഴിയുമ്പോഴാണ് ആനകൾ ഇങ്ങനെ മതളകുക എന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ വട്ടം വെടിക്കെട്ട് പൊട്ടിക്കഴിഞ്ഞു, പതുക്കെ ആന വന്നു. പക്ഷേ ആന ഓടി. ഞങ്ങൾ അവിടെ കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്ന്. അമ്മാമ്മ വേറൊരു സൈഡിൽ കൂടെ ഓടി, ഞാനും അമ്മയും വേറൊരു സൈഡിൽ കൂടെ ഓടി. അച്ഛനും കുഞ്ഞൂസും ഒരു പാടത്ത് പോയി നിന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ 4 ആൾ എത്തി. പക്ഷെ അമ്മാമ്മ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് വൈകി. അപ്പോൾ ഇവിടെ നിന്ന് പാലത്തിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കണം. അപ്പോൾ ഈ വഴി വരുമ്പോഴാണ് ഞങ്ങൾക്കൊരു പേടി ഗൈസ്. കാര്യം ഇവിടെ വെച്ചാണ് ആന അന്നടഞ്ഞ്. എന്നിട്ട് ഞങ്ങളൊരു വീട്ടിലേക്കൊക്കെ പോയിട്ടാണ് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നത്. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നാലും ഇതായിരിക്കും ഓർമ്മ വരിക. പിന്നെ ഗ്യാസ് വരണ വഴിക്ക് നല്ല പോസ്റ്റ് അടിച്ചു, മഴ പെയ്തു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു മഴ കൊണ്ടോട്ടെ, വീട്ടിലേക്കല്ലേ പോകണമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോയിട്ടോ. ദേ ആ കാണുന്ന വണ്ടിയിൽ പോയത് എൻ്റെ പാപ്പനാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതായിരുന്നു അവിടെ വന്നിട്ടുണ്ടായിരുന്ന ആന, രാമെന്നാണ്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ടിട്ടുണ്ട്, അതെല്ലാവരും കാണണം കേട്ടോ. ഇതിൽ കാണുന്നതെല്ലാം നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റ. നാളെ തൊട്ടിപ്പാൾ പൂരത്തിൻ്റെ വീഡിയോ വരുന്നുണ്ട്, അതെല്ലാവരും കാണണം കേട്ടോ.